സ്നേഹം പ്രവർത്തികളിലൂടെ വെളിപ്പെടുമ്പോൾ വിദ്യാലയങ്ങൾ അക്ഷരങ്ങളുടെ ഇടം മാത്രമല്ല സ്നേഹത്തണലുകളായി മാറും. സ്കൂളിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് തൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികൾക്ക് സ്നേഹത്തണലായി മാറുന്ന വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ, ഒന്നല്ല 2 വീടുകൾ നിർമ്മിച്ചു നൽകാൻ നാടിന് മുഴുവൻ മാതൃകയായിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളി സെൻറ്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂൾ. കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ നൽകിയ ആ സ്കൂളിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഗുഡ്നസ് TV നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്നാണ്ട് സുഖമാണോ എല്ലാവർക്കും? ഭയങ്കര പഠിക്കുകയൊക്കെയാണെന്ന് തോന്നുന്നു. ക്ലാസ്സൊക്കെ തീരാറായോ? തിങ്കളാഴ്ച തൊട്ട് എക്സാം ആണ്, അതിന് പ്രിപ്പറേഷൻ ആണല്ലേ? ഓക്കെ. നിങ്ങൾ ഏത് ബാച്ചുകാരാ? ഓക്കെ. എല്ലാവരും നിങ്ങളുടെ സ്കൂളിലെ ഒരു വീട് വെച്ചു കൊടുത്ത കാര്യമൊക്കെ കേട്ടല്ലോ, ശരിയാണോ? എവിടെയാ വെച്ചു കൊടുത്തത്? ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ എല്ലാ ഫ്രൈഡേസിലും ചാരിറ്റി കളക്ട് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ 2 വീടുകൾ നിർമ്മിച്ചതും. എല്ലാ ഫ്രൈഡേസിലും ഞങ്ങൾക്ക് ഇതൊരു മത്സരം പോലെയാണിപ്പോൾ. എല്ലാ ക്ലാസ്സുകാരും ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യാറുണ്ട് എല്ലാ ഫ്രൈഡേയിലും ഏത് ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. അപ്പം ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലാണ് സത്യത്തിൽ ഇങ്ങനെ ചാരിറ്റി ഞങ്ങൾ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയൊരു പ്രവർത്തനം ചെയ്യാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ചാരിറ്റി കൊണ്ടുവരുന്നതും ഇതിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു നന്മയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള 2 കുട്ടികൾക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അറിയണമെന്നും തോന്നിയിട്ടില്ല. ഇതിപ്പം എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഫ്രൈഡേ ചാരിറ്റി ഇപ്പം എല്ലാ സ്കൂളുകളിലും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തോന്നിയോ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഈ സ്കൂളിലോട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം, എങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടാമെന്ന്. അങ്ങനെ ഈ വെള്ളിയാഴ്ചകളിൽ ഞങ്ങളെടുത്ത ചെറിയ ചെറിയ തുകകൾ വലിയൊരു സ്വപ്നത്തിലേക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് ഭയങ്കര അഭിമാനമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നു. പ്രോജക്റ്റ് ഇതിനാരാ ഇനിഷ്യേറ്റീവ് എടുത്തേ? ഇത് ഞങ്ങളുടെ സ്കൂളിലെ PTA അംഗങ്ങളും ടീച്ചറും ഞങ്ങളുടെ ഷിജി മിസ് പ്രിൻസിപ്പളും ടീച്ചർമാരും ഞങ്ങൾ പിള്ളേരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ചാരിറ്റി. ഞങ്ങൾ എല്ലാ ആഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ചാരിറ്റി കളക്ഷൻ എടുക്കാറുണ്ട്. എല്ലാ പിള്ളേരും നല്ല കോമ്പറ്റീറ്റീവ് മൈൻഡോടുകൂടെയാണ് ഈ ചാരിറ്റി എടുക്കുന്നത്. കാരണം എല്ലാ ആഴ്ചയും ആർക്കാണ് ഫസ്റ്റ് കിട്ടുന്നത് ചാരിറ്റി കളക്ഷൻ. അപ്പോൾ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഞങ്ങളുടെ ഇടയിലുണ്ട്. ആ കോമ്പറ്റീഷൻ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചാരിറ്റി ഈ ഒരു കുഞ്ഞു നന്മയിലൂടെ വലിയൊരു നന്മ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഏത് കുട്ടിയാണ്, ഏത് ബാച്ചിലെയാണെന്ന് അറിയാവോ മോനെ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയത്തൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇത് മറ്റേ 2 കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊരു നന്മ പ്രവൃത്തിയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരു സഹായം ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തത്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ ഇടത് കൈ കൊടുത്തത് വലത് കൈ അറിയാൻ പാടില്ല എന്ന ഒരു വചനമാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിലും ഞങ്ങൾക്ക് വലിയ ഇൻസ്പിറേഷനാണ്. നമ്മുടെ ചിലവിനായിട്ട് നമ്മൾ പൈസ എടുക്കുന്നത്, അതായത് നമ്മുടെ വിനോദത്തിനായിട്ട് നമ്മൾ പൈസ എടുക്കുമ്പോഴും നമ്മുടെ ചെറിയൊരു തുകയായാലും ബാക്കിയുള്ളവർ സഹായിക്കാനായിട്ട് ഒരു വലിയ കരവാണ് നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ചെറിയ പ്രവൃത്തിയിലൂടെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ഒരു വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. നമുക്കത് ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ഇതുപോലത്തെ ചാരിറ്റി ആയാലും നമുക്ക് പ്രചോദനമായിരിക്കും നമുക്കതിൽ പങ്കുചേരാൻ വേണ്ടി. വാഴപ്പള്ളി സെൻറ്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ജൂബിലി വർഷമായിരുന്നു 2025. അപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ വേണം എന്ന ഒരു പ്ലാനിങ്ങിൽ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ചെയ്തു കേട്ടോ. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർ സ്കൂൾ മത്സരം, ഡൈക്കൺ എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റി പേജ് ഉണ്ട്. അത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഏതാണ്ട് ഒരു 52 സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്ന് ചെയ്തതാണ്. അത് വ്യത്യസ്തമായ മത്സരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാരുണ്യ ദിനം എന്ന് പറഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിലും പരിസര പ്രദേശത്തുമൊക്കെയുള്ള ഈ കാരുണ്യ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ വിളിച്ചു അവരുടെ അനുഭവങ്ങൾ കുട്ടികളോട് പങ്കുവച്ചു, അവരെ ആദരിച്ചു. പിന്നെ മീറ്റ് ദ ലൂമിനറീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പഠിച്ചിറങ്ങിയവരും അല്ലാത്തവരുമായി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച് വിജയം വരിച്ച ആളുകളെ കുട്ടികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. അതിനകത്ത് സിനിമാക്കാരുണ്ട്, സിവിൽ സർവീസ് ഓഫീസേഴ്സ് ഉണ്ട്, ലോ കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് ഉണ്ട്, അങ്ങനെ പലരെ കൊണ്ടുവന്നു. ഇങ്ങനെ പരിപാടികൾ ഏതാണ്ട് ഒരു 10 ഇന പരിപാടികളാണ്. ഹാൻഡ് റിട്ടൺ ആയിട്ട് ഞങ്ങൾ കുട്ടികളും സ്റ്റാഫും ഒക്കെ ചേർന്ന് ബൈബിൾ എഴുതി. ആ പ്രോജക്റ്റിൻ്റെ പേര് ബിബ്ലിയ എന്നായിരുന്നു.
അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് കൊണ്ടാട്ടം എന്ന പേരിൽ ഒരു ഗ്രാൻഡ് അലുമിനി മീറ്റ്, പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ സിസ്റ്റേഴ്സിനെ അച്ഛന്മാരെയും ഒക്കെ വിളിച്ചൊരു താങ്ക്സ് ഗിവിങ് ഹോളി മാസ് നടത്തി. അതിൻ്റെ പേര് തൗദീസ എന്നായിരുന്നു. അങ്ങനെ ഈ 10 പരിപാടികളൊക്കെ ആവിഷ്കരിക്കുമ്പോഴും കുറേ കൂടെ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പരിപാടി വേണമല്ലോ എന്നാഗ്രഹിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ SABS കോൺഗ്രിഗേഷൻ്റെ ചങ്ങനാശ്ശേരി പ്രൊവിൻസിൻ്റെ സുപ്പീരിയറായ മദർ ലില്ലി റോസ് ആണ് പറഞ്ഞത്, നിങ്ങൾ കുട്ടികൾക്ക് ഇതിൻ്റെ സ്മാരകമായിട്ട് വീട് വെച്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ പ്രോജക്റ്റാണല്ലോ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. അതിനാദ്യം സ്ഥലം വേണം. സ്ഥലം അന്വേഷിച്ചതൊന്നും നമ്മുടെ കൊക്കിൽ ഒതുങ്ങിയില്ല എന്ന് കണ്ടപ്പോൾ മദറാണ് പറഞ്ഞത്, മഠത്തിൻ്റെ വക സ്ഥലം വീട് വയ്ക്കാൻ നിങ്ങൾക്ക് തരാം. അത് നല്ല കണ്ണായ സ്ഥലത്ത് ഒരു 4 സെൻറ്റ് സ്ഥലം വീട് വയ്ക്കാൻ വേണ്ടി മഠം വക, ആരാധന മഠം വക സ്ഥലം കിട്ടി. പിന്നെ അത് വയ്ക്കുവാനുള്ള സംഭാവനകൾ ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് നിന്ന് പിരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് നോബൽ കാവാലം എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സുകാരൻ, ചങ്ങനാശ്ശേരിയിലെ പ്രമുഖനായ ബിസിനസ്സുകാരൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ലാഭവിഹിതത്തിൽ നിന്ന് എല്ലാ വർഷവും വീട് വെച്ച് കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക്, അത് ഇത്തവണ നിങ്ങൾക്ക് തരാം. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ആദ്യത്തെ വീട് പൂർത്തിയാവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീടില്ലാത്ത കുഞ്ഞുങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു 3-4 പേര് ആ ലിസ്റ്റിൽ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആൾക്കാണ് ഈ വീടിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോഴും നമ്മൾ ഇനിയും ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെന്നുള്ള സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത ഒരു സ്ഥലത്തിനും കൂടെ ഉള്ള ഒരു വാഗ്ദാനം കിട്ടുകയാണ്. അത് നമ്മുടെ ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ജോയ് അഞ്ചനാട്ട് സാർ 2ാമത്തെ സ്ഥലം ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇനി അവിടെ കൂടെ ഒരു വീട് വെച്ച് കൊടുത്താൽ ഒരു കുട്ടിയുടെ മുഖത്ത് കൂടി ഒരു പുഞ്ചിരി ആകുമല്ലോ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് കൂടി അതൊരു സന്തോഷമാകുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അഭ്യുദയകാംക്ഷികളോടും വിദ്യാർത്ഥികളോടും അധ്യാപകരോടും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളോടുമൊക്കെ ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ മടിയില്ലാതെ എല്ലാവരും അതിനുവേണ്ടി നമ്മുടെ കൂടെ ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യത്തെ വീട് പൂർത്തിയായി, അതിൻ്റെ താക്കോൽ ദാനം നടന്നു. അതിനുശേഷം 2ാമത്തെ വീടിൻ്റെ ശില വെഞ്ചരിച്ചു, അതും ഇപ്പോൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിതിനകത്ത് പറയാനുള്ളത് ഞങ്ങളുടെ ആരുടെയും ഒരു വ്യക്തിപരമായ മികവല്ല. ആദ്യം ഈ സ്ഥലം തന്ന പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മുതൽ ഓരോ 5 രൂപയും ഈ ഫ്രൈഡേ കളക്ഷനിലുമൊക്കെ ഇടുന്ന ഇവിടുത്തെ ഓരോ കുട്ടി വരെയും ഈ വലിയൊരു നന്മ പ്രവൃത്തിയുടെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നപ്പോഴാണ് ഇത് ഇത്രയധികം ഭംഗിയുള്ള ഒരു കാര്യമായി തീർന്നത്. അതായത് നമുക്ക് കിട്ടിയതൊക്കെ നമ്മുടെ മാത്രമല്ല, അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ദാനമാണ്, മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് എന്ന പാഠം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സുന്ദരമായ കാര്യം. ഇതിൻ്റെ ഗുണഭോക്താവ് ആരായിരുന്നു ടീച്ചറെ? ഗുണഭോക്താവിനെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അതിനകത്ത് അതിനാൽ തന്നെ എന്താ പറയുക, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോകുമല്ലോ. നന്മയുള്ള ഒരു പ്രവൃത്തി ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ അവർ അതുകൊണ്ട് സന്തോഷിക്കട്ടെ. ആ ഗുണഭോക്താവിൻ്റെ പേര് പറയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലായാലും ഇവർക്കാണ് വീട് കിട്ടിയതല്ലേ, അത് അവരുടെ ഒരു ചെറിയ വേദനയ്ക്ക് പോലും കാരണമാകുന്നത് നമുക്കിഷ്ടമില്ല. അതുകൊണ്ട് മറ്റാരോടും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ കുട്ടിക്ക് അവർക്ക് വീട് കിട്ടി, 2ാമത്തെ കുട്ടി ആരാന്നും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞതുപോലെ ഒരു നന്മയുള്ള രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കുട്ടികളും അധ്യാപകരും എല്ലാവരും ചേർന്നിട്ട് എഴുതിയ സ്വന്തം കൈപ്പടയിൽ എഴുതി പൂർത്തിയാക്കിയ ബൈബിൾ. അത് കഴിഞ്ഞ വെക്കേഷൻ 2 മാസം കൊണ്ട് കുട്ടികളെല്ലാവരും അതിൻ്റെ കൂടെ ചേർന്ന് ഞങ്ങൾ അധ്യാപകരും അനധ്യാപകരും ഒക്കെ ചേർന്നാണ് ഇത് പൂർത്തിയാക്കിയത്.